അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഖീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ച ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചവർക്ക് ചേർത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം, വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു ഡാഷ് നന്മ. രണ്ടാമത്തെ ചോദ്യം, മുഅ്മിന് ഡാഷ് സത്യവിശ്വാസി. മൂന്നാമതായി, പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു ഡാഷ് പരിശുദ്ധനാണ്. നാലാമത്തെ ചോദ്യം, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഇതിൻ്റെ ഉത്തരം അസ്രായിൽ അലൈഹിസ്സലാം. അഞ്ചാമത്തെ ചോദ്യം, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക്. ഇതിൻ്റെ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ആറാമത്തെ ചോദ്യം, ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തും ഡാഷ്. ഇതിൻ്റെ ഉത്തരം തിന്മ. രണ്ടാമതായി, വാജിബും മുസ്തഹീലും വേർതിരിക്കാം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ നിന്നിരിക്കുന്നവ വാജിബിനും മുസ്തഹീലിനും യോജിച്ചതായി ചേർക്കണം. വാജിബിനോട് യോജിച്ചത് ഫത്താനത്ത്, സിദ്ക്ക്, അമാനത്ത്, തബ്ലീഗ്. ഇനി മുസ്തഹീലിനോട് യോജിച്ചത് കിത്മാൻ, ബലാദത്ത്, ഖിയാനത്ത്, കദിബ്. മൂന്നാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഡാഷ്. ഇതിൻ്റെ ഉത്തരം ഈന്തപ്പഴം പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി. ഇതിൻ്റെ ഉത്തരം അട്ടങ്ങ പോലെയാണ്. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി. ഇതിൻ്റെ ഉത്തരം മാതള നാരങ്ങ പോലെയാണ്. നാലാമതായി 2 വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അസ്മുകൾ. 1 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ ചോദ്യം, ഏടുകൾ ലഭിച്ച നബിമാർ. 1 ആദം അലൈഹിസ്സലാം. 2 ഇബ്രാഹിം അലൈഹിസ്സലാം. മൂന്നാമത്തെ ചോദ്യം, കിതാബുകൾ ലഭിച്ച നബിമാർ. ഇതിൻ്റെ ഉത്തരം മൂസ അലൈഹിസ്സലാം. 2 ദാവൂദ് അലൈഹിസ്സലാം. അഞ്ചാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? ഇതിൻ്റെ ഉത്തരം വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്നും അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവരാണ്. രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾ ആരാകുന്നു? ഇതിൻ്റെ ഉത്തരം നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മൂന്നാമത്തെ ചോദ്യം, അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ നിന്നും എന്ത് ലഭിക്കും? ഇതിൻ്റെ ഉത്തരം പിശാച് അവിടെ നിന്ന് രക്ഷപ്പെടും. നാലാമത്തെ ചോദ്യം, മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തെല്ലാം ചോദിക്കും? ഇതിൻ്റെ ഉത്തരം റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും ചോദിക്കും. അടുത്തതായി ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായവ: മുഹമ്മദ് നബി അലൈഹിസ്സലാം അവസാനത്തെ നബിയാണ്. 2 സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അടുത്തതായി ക്രമത്തിലാക്കാം. ഇവിടെ നമുക്ക് സെൻറ്റൻസ് തെറ്റായി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരിയായ രീതിയാണ് ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.